കീറിയ നൈറ്റിയൊക്കെ ഇല്ലേ, ഈ ഭർത്താക്കന്മാർക്ക് ഇത് കാണുന്ന കലിയ. കാരണം അപ്പുറത്തോട്ടില്ല സുജാത സൂപ്പറായിടുന്നത്, ഇവിടെ മാങ്ങാക്കറയും അരിപ്പൊടിയൊക്കെ പിടിച്ച് യുദ്ധത്തിന് വന്നാണൊക്കെ നിൽക്കുന്ന വല്ലൊരു വന്ന. ആണുങ്ങൾക്ക് പ്രധാനം കണ്ണ, മനസ്സിലായോ? ഞങ്ങൾ ഒരു പെണ്ണിനെ കണ്ടത് ഇങ്ങനെ തന്നെ നോക്കും, നിങ്ങളൊരാണിനെ കണ്ടത് ഇങ്ങനെ നോക്കത്തുള്ളൂ. ഞാൻ ഈ ബീച്ചിലൂടെ രാവിലെ നടക്കാൻ പോകും, ആലപ്പുഴ ബീച്ചിലൂടെ. അപ്പം നേരെ ഓപ്പോസിറ്റ് പോകുന്ന ആൾ എന്നെ കണ്ടതായിട്ട് പോലും അറിയും. ഞാൻ പലതവണ ഇങ്ങനെ നോക്കിച്ചിരിക്കാന്നൊക്കെ നോക്കും, കണ്ടതായിട്ട് പോലും നടിക്കത്തില്ല. പക്ഷെ അവർ ടൗണിൽ വെച്ച് ഒരു ദിവസം കണ്ടാൽ പറയാം, സാറിന്ന് രാവിലെ നീലട്ടിട്ട് നടക്കുന്ന കണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ട് എന്നെ കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ വായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോലും അവർ നോക്കിയില്ല. കണ്ടാ? സത്യമല്ലേ പറഞ്ഞത്? ഏറ് കണ്ണിട്ട് നോക്കാൻ നിങ്ങൾ മിടുക്കരാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ നേരെ അങ്ങ് നോക്കിക്കളയും. അപ്പം ഞങ്ങൾ വായി നോക്കിയായി, നിങ്ങൾ വായി നോക്കാത്തവരുമായി. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിതൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ സ്വഭാവങ്ങൾ തമ്മിലൊന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് ക്യാമു എന്ന് പറഞ്ഞൊരു വലിയൊരു സാഹിത്യകാരുണ്ട്, ക്യാമു എന്നാണ്. അദ്ദേഹം പറഞ്ഞത്, അവൾ മറയ്ക്കുന്നത് ഒരു മുറിവും അവൻ മറയ്ക്കുന്നതൊരു കഠാരയുമാണെന്ന്. എന്താണ്? അവൾ മറയ്ക്കുന്നതൊരു മുറിവും അവൻ മറയ്ക്കുന്നതൊരു കഠാരയുമാണ്. അവൻ ചിലപ്പോൾ നിങ്ങളെ മുറിപ്പെടുത്തും, മുറിവേൽക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും, എന്നിട്ട് മുറിവേൽപ്പിച്ചു നിങ്ങൾ എന്നെ എന്നും പറഞ്ഞ് കരയും. നമ്മളെ മനസ്സിലാക്കാതിരിക്കും തോറും നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മുടെ ഒരു പരാതി, എന്നെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, എന്നെ മക്കൾ മനസ്സിലാക്കുന്നില്ല, അമ്മായിയമ്മ മനസ്സിലാക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെക്കാളധികം ആരും നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നതല്ലേ നല്ലത്? യെസ്? നമുക്ക് നമ്മളെ മനസ്സിലാതെ പോകുന്നതല്ലേ ദുരന്തം. നമ്മൾ മറ്റുള്ളവരാലെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാ?